ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, കുറച്ച് മാങ്ങ പറിക്കാം. മാങ്ങയുടെ ഞെട്ടിയൊക്കെ വെയിലായിട്ടാണ് തോന്നുന്നു, അത് ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നു. എന്തായാലും ഇതെല്ലാം പറിക്കാം. ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ വേണം. ഇതിപ്പോൾ എന്തായാലും നല്ല മൂപ്പായിട്ടുണ്ട്, എല്ലാം പറിക്കാം. പരിപ്പ്, വെള്ളരി, മാങ്ങ, തക്കാളി കൊണ്ടൊരു കറിയാണ്. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് പരിപ്പ് ഇവിടെ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വേവിക്കുന്നത്. ഇത് നന്നായി വെന്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് തക്കാളിയും വെള്ളരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുറി വെള്ളരി എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മാങ്ങ പുളി ഉണ്ടെങ്കിൽ പുളി പോവാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ, അധികം പുളിപ്പ് ഉണ്ടാവില്ല. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം വേവൊന്നുമില്ലല്ലോ. ഇതിലേക്ക് തന്നെ 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങളൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം. വെള്ളരിയിലേക്ക് ഉപ്പും മുളകും എല്ലാം നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് കേട്ടോ. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവാം. 1 മുറി തേങ്ങയും 1 സ്പൂൺ ജീരകവും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതുകൂടി മിക്സ് ചെയ്യാം. തേങ്ങ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം കടുക് താളിച്ചിടാം. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നാടൻ രീതിയിലുള്ള കുക്കിംഗ് വീഡിയോകളാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിൻ്റെ പകുതി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. മൺചട്ടിയിൽ തന്നെ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി നല്ലൊരു കുറുക്ക് രൂപത്തിലുള്ള നല്ലൊരു നാടൻ കറിയായിട്ട് മാറും. എന്തായാലും വെള്ളരി, മാങ്ങ, തക്കാളി പരിപ്പ് കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് ഇനി എനിക്ക് ആവശ്യമാണ്. താങ്ക് യു. ഓക്കെ, ബൈ.